പെരിന്തൽമണ്ണ ഒരുപാട് കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതിയായ ഒരടംപാലം മാനത്തുമംഗലം ബൈപ്പാസിന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. വി.ഡി. സതീശൻ സർക്കാർ ഇന്ന് 10 കോടി രൂപയാണ് അതിന് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നമ്മളുടെ പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഈ ഒരു തിരക്ക് കുറക്കാൻ അതൊരു കാരണമാവുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ മറ്റേ പാലത്തിന് വഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങാടിപ്പുറം പാലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരത്തെ ഇറങ്ങിയാലും ഇപ്പോൾ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 മണിക്കുള്ള എക്സാമിന് ഇപ്പോൾ നമ്മൾ എത്ര നേരത്തെ ഇറങ്ങേണ്ടി വരുമ്പോൾ ആ ബ്ലോക്ക് പ്രതീക്ഷിച്ചുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അത് സുഖം തന്നെ ആയിരിക്കും. ബൈപ്പാസ് വരികയാണെങ്കിൽ സൗകര്യങ്ങൾ കൂടുതലേ ചെയ്യാം. പിന്നെ നമ്മൾ മഞ്ഞളാംകുഴി അലിസായി കൂടുന്നതിൽ കുറേ ആൾക്കാർ എതിർപ്പുണ്ടാവും. എങ്കിലും ഗതാഗതത്തിന് ഒരു അനുയോജ്യമായിട്ടുള്ള തടസ്സങ്ങളില്ലാത്ത ഗതാഗതം, പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ പറഞ്ഞാൽ കൂടുതൽ ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളതാണ്. എമർജൻസി കേസുകൾക്കൊക്കെ പാലം വരുന്നതുകൊണ്ട് നല്ല കാര്യമാണെന്നാണ് നമ്മളെ അഭിപ്രായം. ബ്ലോക്ക് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ യാത്ര ചെയ്യുന്നവർക്കും ഉപകാരപ്പെടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങാടിപ്പാലം വന്ന മാതിരി ചെറിയ പാലാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇനി വരുന്ന പാലം ഒന്നും കൂടി പഠിച്ചിട്ട് കുറച്ച് വിസ്താരത്തിൽ നല്ല രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും, ആളുകൾക്കും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഭയങ്കര ഉപകാരമായിരിക്കും. പെരിന്തൽമണ്ണക്കാർക്ക് വളരെ സുഖമാണ്. വാഹനങ്ങളെല്ലാം വളരെ ചുരുങ്ങി ഒക്കെ ബൈപ്പാസിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ തിരക്ക് കുറയും. അങ്ങാടിപ്പുറം അവിടെ നിന്നുള്ള എല്ലാ തിരക്കും കുറയും. അപ്പോൾ അതിൻ്റെ പേരിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇവിടെ പലരും മരിച്ചിട്ടും ഇത് ഒക്കെ വന്ന് പോകുന്നതെന്നല്ലാതെ ഇതുവരെ ഒരു ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവർക്കും അത് നല്ലൊരു കാര്യമാണ് ഇവിടെ ആ സംഭവം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ ബൈപ്പാസ് റോഡ് വരുന്നത് നല്ലതാണ്, എല്ലാവർക്കും ഗുണമാണ് ചെയ്യുക. പെരിന്തൽമണ്ണക്ക് നേട്ടം എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് വരുന്നതല്ലേ ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഇവിടെ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം റൂട്ടൊക്കെ അറിയാമല്ലോ, ഭയങ്കര തിരക്കേറിയ സ്ഥലമാണ്. അതുകൊണ്ട് പുതിയൊരു ബൈപ്പാസ് വരണമെന്നില്ലാണ് എല്ലാവരും. അത് നല്ലൊരു കാര്യമാവട്ടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. രോഗിയിലേക്ക് ആംബുലൻസ് വരുന്നത് തന്നെ, രോഗിയിലേക്ക് വരുന്ന ആംബുലൻസ് വരുന്നത് അത് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമാണ്. കാരണം മരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മയ്യത്തായിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ അതിൻ്റെ പേരിൽ ആംബുലൻസ് വണ്ടി വരുന്നതും എല്ലാം വരുന്നതും വാഹനത്തിനൊക്കെ നല്ലൊരു കാര്യമാണ് ഈ വരുന്നത്. അതിൻ്റെ പേരിൽ ഇത് എങ്ങനെയും പെട്ടെന്ന് നടക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹങ്ങൾ. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം അവിടെ അധിക സമയത്തും ബ്ലോക്കാണ് ഉണ്ടായാൽ അങ്ങാടിപ്പുറം ഇങ്ങോട്ട് വരുമ്പോൾ ജൂബിലി ജംഗ്ഷൻ. അപ്പം അത് നല്ലതാവുമെന്ന് വിചാരിക്കണേ. റോഡ് ക്ലിയർ ആവും കുറച്ച്. പക്ഷേ പെരിന്തൽമണ്ണയിൽ എപ്പോഴും വരാറുള്ള ഒരാളാണ്. പക്ഷേ ബൈപ്പാസ് പൊതുജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും. കാരണം അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അവിടെയുള്ള തിരക്ക് ഒഴിവാക്കാനും പെട്ടെന്ന് യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് വളരെ സൗകര്യമാണ്. വർഷങ്ങളായിട്ട് ഈ പെരിന്തൽമണ്ണയിലുള്ള ആളുകൾ, പെരിന്തൽമണ്ണക്കാരെന്ന് മാത്രമല്ല, ഈ പെരിന്തൽമണ്ണയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പാലം വന്ന സമയത്ത് കുറച്ചൊക്കെ മാറ്റം വരുമെന്ന് വിചാരിച്ചു, പക്ഷേ തിരക്ക് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളുടെ നഗരമായ പെരിന്തൽമണ്ണ, ആ പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ ഒരു ബൈപ്പാസ് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ അൽഷിഫ, മൗലാന പോലെയുള്ള ഹോസ്പിറ്റലുകൾ ആശ്രയിക്കുന്ന ആളുകൾക്കൊക്കെ അത് വലിയ ഉപകാരപ്പെടും. അത് ഒരടംപാലം വഴിയേ ബൈപ്പാസ് ഇല്ലേ, ബ്ലോക്ക് കുറയും. പിന്നെ സമയത്ത് നമുക്ക് എത്താൻ പറ്റും. ഇപ്പം ഒന്നും എത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ബ്ലോക്ക്, എവിടേക്കേ ബ്ലോക്ക് അറിയോ. ഞങ്ങൾ മാനത്തുമംഗലത്താണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന. അങ്ങാടിപ്പുറത്തും വീട് മാനത്തുമംഗലത്താണ്. 2-3 ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ അതൊക്കെ കുറയും. പിന്നെ റോഡ് ഒന്നും കൂടി കറക്റ്റ് ആക്കാനുണ്ട്. റോഡിൻ്റെ ഇതും ഭയങ്കര പ്രശ്നം തന്നെയാണ്. ബ്ലോക്കും റോഡിൻ്റെതും ഒക്കെ കുണ്ടും കുഴിയും ഒക്കെ ഒന്ന് കറക്റ്റാക്കി കുറച്ചും കൂടി പെർഫെക്ഷൻ വരും എന്നുള്ളത്. പാലത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. കാരണം അല്ലെങ്കിൽ അങ്ങാടിപ്പുറം പാലമായിരിക്കും തന്നെ ആവാൻ സാധ്യത ഉണ്ട്. കാരണം അത് മാക്സിമം പെരുന്നാളിൻ്റെ ഏരിയയിലുള്ള ആളുകളൊക്കെ ചർച്ച ചെയ്ത് എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾപ്പെടുത്തി ചർച്ചയിൽ പരിഹാരം ഉണ്ടാക്കിയിട്ട് അത് എത്രണ്ട് സക്സസ് ആവുന്നുള്ള അത്രയും വലിയ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ഈ ഫണ്ടുകളൊക്കെ വിനിയോഗിക്കുമ്പോൾ അതിന് മുൻകൂട്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ചെയ്യാനാണ്. വരും തലമുറക്ക് പറഞ്ഞാൽ വർഷങ്ങളോളം പിന്നെ അതിനൊരു വേറെ വർക്കുകളൊന്നും നടക്കാത്ത രീതിയിൽ ഒരു വർക്ക് എടുക്കുമ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് വേണം ചെയ്യാനെന്നുള്ളത് പറയുന്നത്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.